എൻ്റെ കയ്യിലുള്ള ഈ ഒരു നോട്ടീസിൽ ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ തുടങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് പേര് വേണ്ട എന്ന് വെച്ചത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുല്ലശ്ശേരി അച്ഛനെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്രയും വലിയൊരു നിര എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ള താല്പര്യം ഈ സമൂഹത്തിനോട് എത്രയുണ്ട് എന്നുള്ളത് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആൾക്കാർ മുഴുവൻ കടക്കണിയിലാണെങ്കിൽ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ലോൺ എടുത്ത് കടക്കണിയിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ആ സ്ഥലത്ത് ഒരു നല്ല ബാങ്ക് മാനേജറുണ്ട് എന്നുള്ളത്, ഒരു നല്ല ബാങ്ക് മാനേജറും ഉണ്ട് എന്നുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരെയും കൂടെ ലോൺ എടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഒരു പ്രദേശത്ത് വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു നല്ല സ്കൂളുണ്ട് എന്നുള്ളത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അവിടെ ഒരു നല്ല സ്കൂൾ ഉണ്ട്, അവിടെ നല്ല അധ്യാപകരുണ്ട്, അവരെ നയിക്കാൻ ഒരു പ്രിൻസിപ്പലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, വേറെ അർത്ഥമൊന്നുമില്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്കിന് നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്, പ്രത്യേകിച്ച് കോട്ടയത്ത് ഉള്ളവരെ സംബന്ധിച്ച്. അത് കോട്ടയത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം തന്നെ ഒരു വൈദികൻ തുടങ്ങുന്നു എന്നുള്ളൊരു കാര്യം. 19-ാം നൂറ്റാണ്ടിലുണ്ടായ കോട്ടയത്തുണ്ടായ സംസ്കൃത സ്കൂൾ, ചാവറയച്ചൻ്റെ പേരിലുണ്ടായ ഒരു സംസ്കൃത സ്കൂളിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ തുടങ്ങി നമ്മുടെ ഒരു വിദ്യാഭ്യാസ സംസ്കാരം, പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നുള്ളത്. അതിനുശേഷം തീർച്ചയായിട്ടും കേരളത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ, നമ്മുടെ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള, സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ഒരുപാട് മാറ്റം, അതുവഴി വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റം നമുക്കുണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം വന്ന 57-ൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ്റും അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് ഉൾപ്പെടെ, അതിനുശേഷം മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ കൊടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കോട്ടയത്തിൽ പ്രത്യേകിച്ചും വരുമ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പട്ടണം, 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പട്ടണം എന്ന് പറയുന്നത് കോട്ടയമാണ്. അതിന് ശേഷമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളും, കേരളത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളും. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ ഭാഗ്യവശാൽ, പ്രത്യേകിച്ച് കോട്ടയത്ത് ഭാഗ്യവശാൽ ഉണ്ടായ ഒരു വിദ്യാഭ്യാസ സംസ്കാരം വളരെ വലുതാണ് എന്ന് പറയാനാണ് ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ചേർക്കാൻ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുമ്പോഴാണ് നമ്മളൊരു ചെറിയ ചങ്കിടിപ്പോടുകൂടി പോകും. വേറെ എങ്ങും നമ്മൾ അത്രത്തോളം ഒരു ചങ്കിടിപ്പോടുകൂടി പോകാറില്ല. കാരണം അത് വിദ്യാഭ്യാസത്തിൽ നമ്മൾ കൊടുക്കുന്ന വലിയൊരു ഊന്നലാണ്. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിൽ ആദ്യമായി എൻ്റെ മകനുമായിട്ട് ഒരു അഡ്മിഷനുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് മുല്ലശ്ശേരി അച്ഛൻ ചാർജ് എടുത്തതിന് ശേഷം ഏകദേശം ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അന്ന് മാനാനം സ്കൂളിൽ ഞാൻ ശരിക്കും നമ്മുടെ ജോൺ വൈറ്റ് സാർ പറഞ്ഞതുപോലെ ഞാനിവിടെ 93-ലാണ് കോട്ടയത്ത് വരികയും ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്, ലെക്ചറായിട്ട് ജോയിൻ ചെയ്തത്. അപ്പോഴ് പല സ്കൂളുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അന്ന് മാങ്ങാനം സ്കൂൾ എന്ന് പറയുന്ന ഒരു ആവറേജ് സ്കൂൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ICSE സിലബസ് ഉള്ള ഒരു സ്കൂൾ. പക്ഷെ ഒരു ആവറേജ് ലെവൽ എന്നുള്ളതല്ലാതെ ആരും പെട്ടെന്ന് പറയുന്ന ഒരു സ്കൂളല്ല. സ്കൂൾ മോശമെന്നല്ല ഞാൻ പറയും, ആ ഒരു ലെവലിൽ നിന്ന ഒരു സ്കൂളാണ് ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ അന്ന് സാധാരണ നമ്മുടെ സ്കൂളുകളിൽ പോകുമ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അറിയാമല്ലോ, കോട്ടയത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽമാരുടെയൊക്കെ ഒരു ജനറൽ നേച്ചർ അറിയാമല്ലോ. അല്പം വെയിറ്റ് എപ്പോഴും അവർ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്.
അപ്പോൾ ഞാൻ 1-2 സ്കൂളുകളിൽ പോയപ്പോൾ ഈ വെയിറ്റ് കണ്ടുകൊണ്ട് ഞാൻ അവിടെ കുട്ടിയെ പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അത് വേറെ ഒന്നുമില്ല, ഒരു വല്ലാത്തൊരു വെയിറ്റ്. നമ്മൾ ഈ വിദ്യാഭ്യാസത്തിലൊന്നും എന്തിനാ ഇത്ര വെയിറ്റ് കാണിക്കും എനിക്ക് മനസ്സിലാവാറുണ്ട്. നമ്മളൊക്കെ ആരാണ്, എന്താണ്, നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു, ഇതിന് ഒരു ഇതുണ്ട്. ഞാൻ മോശമെന്നല്ല പറയാം, അവർക്ക് തീർച്ചയായിട്ടും നല്ല ആൾക്കാരാണ്, മോശമെന്നല്ല പറയാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇതോടുകൂടി, ഒരു ഭയത്തോടുകൂടിയൊക്കെയാണ് ഞാൻ ഇവിടെ ഈ സ്കൂളിൽ കഴിഞ്ഞത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ ചേരുക എന്ന് പറയുമ്പോൾ നേരത്തെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അന്ന് മുല്ലശ്ശേരി അച്ഛനായിരുന്നു അവിടെ വന്നതിന് ശേഷം അധികം നാളായില്ല. എന്നോടൊരാൾ പറഞ്ഞു, അപ്പോൾ അന്ന് ഇതിൻ്റെ സ്കൂളെന്ന് പറയുന്നത് നോർമൽ സ്കൂൾ, ഒരു ഭേദപ്പെട്ട ഒരു സ്കൂൾ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എൻ്റെ മകൻ്റെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും പറയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിനും നല്ല വെയിറ്റ് ഉണ്ടോ എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുമല്ലോ മനസ്സ്. പക്ഷെ ഒന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ഫീസ് അടച്ചേക്കാൻ പറഞ്ഞു, സർ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു എന്നുള്ളത്. അതാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഒരു പ്രിൻസിപ്പൽ ആദ്യം പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. മാർക്ക് ലിസ്റ്റ്, പഴയ മാർക്ക് ലിസ്റ്റ് മാത്രം നോക്കിയുള്ളൂ. എവിടെ നിന്നാണ് വരുന്നതൊന്നും ചോദിക്കാതെ, അല്ലെ പേരൻസ് ആരാണെന്ന് ചോദിക്കാതെ, ഒരു വിദ്യാർത്ഥിയെ മാത്രം കണ്ട് ജോയിൻ ചെയ്യുക എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു എന്നാണ്. പിന്നീട് തീർച്ചയായിട്ടും ഒട്ടനവധി അദ്ദേഹമായിട്ട് ഇടപെടാനുള്ള അനുഭവങ്ങളുണ്ട്. ഈ സ്കൂളിൽ ഇവിടെ പറഞ്ഞതുപോലെ, പലരും പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അദ്ദേഹം അറിയാതെ നോക്കിക്കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. അപ്പോൾ ഇത് ഒരു ചെറിയ കാര്യമാണ്. പിന്നെ ഈ സ്കൂളിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അദ്ദേഹം വന്നൊരു 5 വർഷത്തിനിടെ സ്കൂൾ ഉയർന്നത് എന്നുള്ളത്. അപ്പം വിദ്യാഭ്യാസത്തിൽ തീർച്ചയായിട്ടും വൈദികർ വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നോട്ടാണ് എന്നുള്ളത് നമുക്ക് നല്ലപോലൊക്കെ അറിയാം. പക്ഷെ നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ്, ഈ വൈദികർ ഇങ്ങനെ കലാസാഹിത്യ രംഗത്ത് ഒട്ടനവധി കാര്യങ്ങൾ ഉള്ള ആളെന്നുള്ള രീതിയിൽ. ഉദാഹരണത്തിന് ഇത്രയധികം സിനിമാ നടന്മാർ എങ്ങനെയാണ് ഈ സ്കൂളിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെല്ലാം അച്ഛനുമായിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് ഞാൻ കണ്ടത്. നാടക നടന്മാർ, സംഗീതജ്ഞർ, ഇവരൊക്കെ മാതാന സ്കൂളിലോട്ട് വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിനെ വ്യത്യസ്തനാണ്. സാധാരണ സ്കൂൾ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പലർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളിലൂടെ മുന്നോട്ട് വരാം. പിന്നെ തീർച്ചയായിട്ടും ഇന്ന് ഈ സ്കൂൾ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എങ്ങോട്ട് എന്ന് ചിന്തിക്കുമ്പോൾ, സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാന സ്കൂളിൽ വലിയ സ്ഥാനം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിൽ പൊതുവിലുമൊക്കെ, ഞാൻ അടുത്ത കാലത്ത് തൃച്ചിയിലെ ഒരു പ്രോഗ്രാമിന്, തൃശ്ശിനാപ്പള്ളി തമിഴ്നാട്ടിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുത്തെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി എന്തോ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം മാതാന സ്കൂളിൽ അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം മാതാന സ്കൂളിൽ മകനെ ചേർക്കണമെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ എന്നോട് പറയാം. ഒരു ചെറിയ സ്ഥലത്ത്, ഒരു തൃശ്ശി സിറ്റി അല്ല ഞാൻ പറയുന്നത്, അതിനടുത്തുള്ള ഒരു കുറച്ച് ദൂരമുള്ള സ്ഥലം. സോ അതൊക്കെ കാണിക്കുന്നത് ഈ സ്കൂൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമാണ്. അത് ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ 1ാം സ്ഥാനത്തേക്ക് പോകുന്ന, ഇവിടെ പറഞ്ഞതുപോലെ ഉള്ള ട്രെയിനിങ്, അതൊരു പക്ഷേ ചില ട്രെയിനിങ്ങിൻ്റെ ഗുണമായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ട്രെയിനിങ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, പക്ഷേ ഈ സ്കൂളിനോടുള്ള ഒരു അഫെക്ഷൻ എന്നുള്ളത് വലിയ കാര്യമാണ് എന്നുള്ളത്. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ കുട്ടികളെ വളരെ സ്ട്രെയിൻഡായിട്ടുള്ള വല്ലാത്തൊരു ചട്ടക്കൂടിലിട്ട് പഠിപ്പിച്ച് MBBS-ഉം എഞ്ചിനീയറിങ്ങിനും ഒക്കെ പഠിച്ച് വരുന്നതാണോ, അതോ തിരിച്ച് അത് കുറച്ചുകൂടെ സ്നേഹത്തോടു കൂടി, അതാണ് ശരിക്കും പറഞ്ഞാൽ മുല്ലശ്ശേരി അച്ഛൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഈ വളരെ ഈ ചട്ടക്കൂടിനകത്ത് നിർത്തി ചെയ്യുന്ന ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സ്കൂളിൽ കലാ സാഹിത്യ രംഗങ്ങളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു താല്പര്യം, അവരെ എല്ലാം ഇതിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യം, ഇതിനോടില്ലാത്ത നല്ലൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് അദ്ദേഹത്തിന് കൈവെക്കാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല. ഏകദേശം കല, സാഹിത്യ, സാമ്പത്തിക എല്ലാ കാര്യങ്ങളും, സാമൂഹിക കാര്യങ്ങളിലൊക്കെ. ഒരു പക്ഷേ ഇന്നിവിടെ ഞാൻ ഈ കാണുന്ന, എന്നെ സത്യം പറഞ്ഞാൽ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ശരിക്കും ഞാൻ അങ്ങോട്ട് നന്ദി പ്രകടിപ്പിക്കുക.
തീർച്ചയായിട്ടും എന്നെ ക്ഷണിച്ചതിലുള്ള ഒരു നന്ദി കൂടി ഞാൻ പ്രദർശിപ്പിക്കുകയാണ്. അത് ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഇത്രയും ആൾക്കാർ വൈകുന്നേരങ്ങളിലൊക്കെ ഇത്രയും ആൾക്കാർ വന്നിരിക്കുക വലിയ പ്രയാസമാണ്. ഒന്നുകിൽ ഏതെങ്കിലും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ ചില ഇതോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചട്ടക്കൂടിനല്ലാതെ സാമൂഹികമായിട്ടുള്ള കാര്യത്തിന് ഒരു ജനസഭ ഇവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. വലിയ പ്രയാസമാണ്, ആൾക്കാരെ കിട്ടുന്നത് വലിയ പ്രയാസമാണ് അല്ലേ? അതിനൊരു വലിയ കൈയടി ഞാൻ എല്ലാവർക്കും, കാരണം ആൾക്കാരെ കിട്ടുക വലിയ ബുദ്ധിമുട്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെ കംപ്ലൈൻറ്റ് ചെയ്യുവാണ് ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിയെ ആദരിക്കാൻ ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിൻസിപ്പൽ മാത്രമല്ല, അതിനപ്പുറത്ത് സമൂഹവുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ അനവധി ആളുകൾ പ്രസംഗിക്കാനുണ്ട്. ആദ്യമായിട്ട് എന്നെ വിളിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്, മലശ്ശേരി അച്ഛന് ഇനിയും വർഷങ്ങൾ, അടുത്ത 25 വർഷം, ഇനിയും 25 വർഷം, അത് കഴിഞ്ഞൊരു 25 വർഷം ഈ മാന്നാനത്ത് തന്നെ വേണം എന്നുള്ള ഇവരൊക്കെ ഇവിടെയൊക്കെ ഒരു പ്രശ്നം ഒരുവിധം നന്നായി കഴിഞ്ഞാൽ അവിടുന്ന് ആളിനെ ഇനി മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അത് നടക്കാതെ അദ്ദേഹം തന്നെ ഇവിടെ ഇരിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.